നമസ്കാരം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ തിരുപ്പിറവി ആഘോഷത്തിലാണ്. പ്രാർത്ഥനാ നിർഭരമായ 50 ദിവസത്തെ നോമ്പിനൊക്കെ ശേഷം അവർ പ്രത്യേക പ്രാർത്ഥനകളോടുകൂടി ഇന്ന് തിരുപ്പിറവി ആഘോഷിക്കുന്നതിന് പാതിരാ കുർബാനയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഏതായാലും നമ്മൾ വിവിധയിടങ്ങളിൽ നിന്നുള്ള നമ്മുടെ പ്രതിനിധികൾ ക്രിസ്മസ് ആഘോഷത്തിൻ്റെയും ഈ പാതിരാ കുർബാനയുടെയും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാംകുമാറിലേക്കാണ് ആദ്യം പോകുന്നത്, കൊച്ചിയിൽ നിന്ന്. ശ്യാം, എല്ലാ ദേവാലയങ്ങളിലും ചടങ്ങുകൾ ആരംഭിച്ചു, പ്രാർത്ഥനകൾ നേരത്തെ തുടങ്ങിയതാണ്. തിരുപ്പിറവിയുടെ കർമ്മങ്ങളിലേക്ക് കടന്നു ദേവാലയങ്ങൾ. തീർച്ചയായും സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ മേജർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിന്റെ നേതൃത്വത്തിലാണ് ആ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. തിരുപ്പിറവിയുടെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ദൈവപുത്രന്റെ ആ രൂപവുമായി അല്പസമയം മുമ്പ് പുൽക്കൂട്ടിലേക്ക് അവർ ഉൾപ്പെടെ എല്ലാവരും എത്തിയിരുന്നു. അവിടെ നിന്ന് ആ രൂപവുമായിട്ടാണ് അൾത്താരയിലേക്ക് ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടക്കുന്നത്. അവിടെ എത്തിയ ശേഷം തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. നിരവധി പേരാണ് ദൈവപുത്രന്റെ പിറവി ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി ആ ദേവാലയത്തിലേക്ക് പാതിരാ കുർബാന അടക്കമുള്ള ചടങ്ങുകളിൽ പങ്കുചേരും. ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ചടങ്ങുകൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ അസീസി ദേവാലയത്തിലെ പാതിരാ കുർബാനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതായാലും ലോകത്തിന് മുഴുവൻ സമാധാനവും പ്രത്യേകവും നൽകിക്കൊണ്ടുള്ള ദൈവപുത്രന്റെ ചടങ്ങുകളാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പാതിരാ കുർബാന അടക്കമുള്ള ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. ലോകത്തെ ഏറ്റവും പ്രതീക്ഷയോടെ സമാധാനത്തിനും സന്തോഷത്തിനും ഉൾപ്പെടെയുള്ള സന്ദേശം നൽകിക്കൊണ്ടുള്ള ദൈവപുത്രന്റെ തിരുപ്പിറവിയുടെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അതിനു മുൻപായുള്ള ആ ചടങ്ങുകൾക്കാണ് ഈ അൾത്താരയിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിലുള്ള ആ ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഏറെ ഭക്തിയോടെ വിശ്വാസത്തോടെ നിരവധി പേരാണ് ആ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്യാംകുമാറാണ് എറണാകുളത്ത് നിന്ന് ചേർന്നത്. ശ്യാം പറയുകയായിരുന്നു, ലോകത്തിനാകെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും പങ്കുവെക്കലിൻ്റെയും പാഠം പകർന്നു നല്ല യേശുക്രിസ്തുവിൻ്റെ ജന്മം, ആ ജനനത്തിൻ്റെ പ്രതീകാത്മകമായി പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിൻ്റെ രൂപം സ്ഥാപിച്ചുകൊണ്ടാണ് ഈ ചടങ്ങുകൾ പലയിടങ്ങളിലും ആരംഭിക്കുന്നത്. ഇപ്പോൾ കാക്കനാട് സെയിൻറ്റ് തോമസ് മൗണ്ട് കത്തീഡ്രലിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുന്നു. അശ്വിൻ, അവിടെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ടോ? ആരൊക്കെയാണ് അവിടുത്തെ തിരുപ്പിറവി കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്? വളരെ ഭക്തിപൂർവ്വം തന്നെയാണ് കാക്കനാട് സെന്റ് തോമസ് മൗണ്ട് കത്തീഡ്രലിൽ ചടങ്ങുകൾ തുടങ്ങിയത്. പാതിരാ കുർബാനയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ സെബാസ്റ്റ്യൻ വാണിയപ്പുരക്കലിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഏകദേശം 11:30 പാതിരാ കുർബാനയുടെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കും. നിരവധി വിശ്വാസികൾ ഇതിനോടകം എത്തിയിട്ടുണ്ട്. നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള ചടങ്ങുകൾ കൃത്യമായി തന്നെ സജ്ജീകരിക്കും. പാതിരാ കുർബാന അർപ്പിച്ച ശേഷം പുറത്ത് പ്രത്യേക ചടങ്ങുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റു പള്ളികളിലും, അതായത് ഈ സിറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള എറണാകുളത്തെ മറ്റു പള്ളികളിലും വളരെ കൃത്യമായി തന്നെ ഭക്ത്യാദരപൂർവ്വം തന്നെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ചില പള്ളികളിൽ, അത് ചിറ്റൂർ പള്ളിയിൽ മാത്രമാണ് നിലവിൽ ഒരു പ്രശ്നം അല്പസമയം മുമ്പ് ഉണ്ടായത്. അവിടെ നിന്ന് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ മറ്റു പള്ളികളിൽ വളരെ ഭംഗിയായി തന്നെ ഈ തിരുപ്പിറവിയുടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഗൂഗിൾ അശ്വിനാണ് വിവരങ്ങൾ നൽകിയത്. വിവിധ ദേവാലയങ്ങളിൽ തിരുപ്പിറവി കർമ്മങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഉണ്ണിയേശുവിൻ്റെ ജനനത്തിൻ്റെ പ്രതീകാത്മകമായി പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിൻ്റെ രൂപം സ്ഥാപിച്ചുകൊണ്ട് അവിടെ പുൽക്കൂട്ടിൽ വെച്ചുകൊണ്ടാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പ്രത്യേക പ്രാർത്ഥനകളിൽ നമുക്ക് കാണാം ദേവാലയങ്ങൾക്കുള്ളിൽ ഉണ്ണിയേശുവിൻ്റെ ആ രൂപം, അതിന് മുന്നിൽ നിന്ന് ധൂപപ്രാർത്ഥന നടത്തുന്ന വൈദികർ, മുതിർന്ന പുരോഹിതർ. ഓരോ സഭയിലെയും മുതിർന്ന പുരോഹിതരാണ് ഓരോ ദേവാലയങ്ങളിലും ഈ പ്രാർത്ഥനകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിനാകെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാഠം പകർന്ന യേശു ക്രിസ്തുവിൻ്റെ ജന്മം കൊണ്ട് പുണ്യമായ ഈ ദിനം, ഈ രാത്രി, ബത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ജോസഫിൻ്റെയും മേരിയുടെയും മകനായി ഉണ്ണിയേശു പിറന്ന ഈ രാവ്, അതത്രയേറെ പുണ്യരാവായി കരുതുന്നു ക്രിസ്തീയ വിശ്വാസികൾ. അപ്പോഴും ഓർക്കണം, ബത്ലഹേമിലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയിൽ
ഉണ്ണിയേശു പിറന്നു എന്ന് വിശ്വസിക്കുന്ന ബദ്ലഹേമിലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയിൽ ഇത്തവണ ആഘോഷങ്ങളില്ല. ഗസയിൽ കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഗസയിലെ കൂട്ടക്കുരുതികൾ മരിച്ചവരോടുള്ള ആദരസൂചകമായി ഇത്തവണ ബദ്ലഹേമിലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയിൽ ആഘോഷങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഈ മത്സരങ്ങളുടെ, ആക്രമണങ്ങളുടെ, യുദ്ധത്തിൻ്റെയും കെടുതികളുടെയും കാലത്ത് യേശു ക്രിസ്തു പകർന്ന സന്ദേശം, ജീവിതം, അദ്ദേഹത്തിൻ്റെ ഉദ്ഘോഷണമെല്ലാം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. വിവിധ ഇടങ്ങളിലെ നമ്മുടെ പ്രതിനിധികളിലേക്ക് പോവുകയാണ്. ശ്യാംകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിലെ ആകെ സാഹചര്യം എടുത്താൽ തന്നെ യേശുവിൻ്റെ വചനങ്ങളൊപ്പം യേശുവിൻ്റെ പ്രഘോഷണമൊക്കെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് സഭയ്ക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്ന കാലഘട്ടമാണ്. പക്ഷേ ഇപ്പോഴും സെൻറ് മേരീസ് കത്തീഡ്രലിൽ ഇന്ന് ചടങ്ങുകളില്ല. എങ്കിൽ തന്നെയും സമാധാനപൂർണമായി ഈ തിരുപ്പിറവി ആഘോഷ ചടങ്ങുകൾ എല്ലായിടത്തും പുരോഗമിക്കുന്നു അല്ലേ? എല്ലായിടത്തും തന്നെ തിരുപ്പിറവിയുടെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടുള്ള ആ ആഘോഷത്തിന്റെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ലോകത്ത് തന്നെ നടന്ന ഏറ്റവും വലിയ ഒരു അത്ഭുതങ്ങളുള്ള ആഘോഷമാണ് ക്രിസ്മസ്. കാരണം ദൈവപുത്രന്റെ മനുഷ്യജന്മമാണ്. അത് മനുഷ്യനെ ദൈവവുമായി അനുബന്ധപ്പെടുത്താനുള്ള ദൈവമെന്ന ഒരു ജന്മമെന്നാണ് ഇന്ന് രാവിലെ കർദിനാൾ ജോർജ് ആലഞ്ചേരി പറഞ്ഞത്. അതുപോലെ തന്നെ മനുഷ്യന് ദൈവത്തോട് ചേർന്ന് ജീവിക്കാനുള്ള വഴിയാണ് മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ. ഈ സങ്കല്പങ്ങളൊക്കെ എത്തുകൊണ്ട് ക്രിസ്മസ് അതിന്റെ ഏറ്റവും പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്ന് ആഘോഷിക്കുന്നത്. കാരണം ദൈവപുത്രന്റെ ജനനം, അതിനുശേഷമുള്ള സഞ്ചാരം, അതെല്ലാം ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശുദ്ധമായ ദിനമാണിന്ന്. ലോക നന്മയ്ക്കായി, ശാന്തിക്കായി സ്നേഹത്തിൻ്റെ പാഠം പകർന്ന യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം. കരോളും കേക്കുമൊക്കെയായി ആഘോഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ കുറേ നാളുകൾ വ്രതശുദ്ധിയുടെ കാലമായിരുന്നു. പ്രാർത്ഥനാ നിർഭരമായ നാളുകളുടെ ഒരു പരിസമാപ്തി കൂടിയാണ് ഈ ക്രിസ്മസ് ആഘോഷം. അതൊരു ആഘോഷത്തിൻ്റെ തുടക്കം കൂടിയാണ്. ആ ആഘോഷം യേശു പകർന്നു നൽകിയ വചനങ്ങളുടെ പ്രഘോഷണത്തിനപ്പുറത്തേക്ക് അത് ജീവിത പാഠമാക്കുവാനുള്ള ആഹ്വാനം കൂടിയാണ് ഓരോ ക്രിസ്മസും. അത് പ്രാവർത്തികമാകുന്നുണ്ടോ എന്നത് ചോദ്യമായി അവശേഷിക്കുമ്പോൾ തന്നെയും ലോകത്ത് ദുഃഖമനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം, യുദ്ധങ്ങളിൽ, കെടുതികളിൽ, ആക്രമണങ്ങളിൽ, അധിനിവേശങ്ങളിൽ പൊറുതിമുട്ടുന്ന ജനങ്ങളുടെ എണ്ണം കൂടുന്ന കാലഘട്ടത്തിലാണ് ഈ ക്രിസ്മസും കടന്നു പോകുന്നത്, ഈ ക്രിസ്മസ് ആഘോഷിക്കപ്പെടുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയിൽ ബദ്ലഹേമിൽ ഉണ്ണിയേശു പിറന്നുവെന്ന് വിശ്വസിക്കുന്നിടത്ത് ഇത്തവണ ക്രിസ്മസ് ആഘോഷമില്ല. അത് ഗസയിലെ കുഞ്ഞുങ്ങളുടെ കൂട്ടക്കുരുതി, ആ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹസൂചകമായി, അല്ലെങ്കിൽ അവർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആഘോഷങ്ങൾ ഒഴിവാക്കുകയാണ് ചർച്ച് ഓഫ് നേറ്റിവിറ്റി ബദ്ലഹേമിൽ പോലും. ആ ഘട്ടത്തിലാണ് ലോകമെമ്പാടും വിശ്വാസികൾ പ്രാർത്ഥനകളോടെ യേശു ക്രിസ്തുവിൻ്റെ ഓർമ്മകൾ, വചനങ്ങൾ അതിന് കാതോർക്കുന്നത്. എല്ലാ ദേവാലയങ്ങളിലും മുതിർന്ന പുരോഹിതരാണ് ഈ പ്രാർത്ഥനകൾക്കും തിരുക്കർമ്മങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. അശ്വിൻ കാക്കനാട് സെയിൻറ്റ് തോമസ് മൗണ്ട് കത്തീഡ്രലിലാണുള്ളത്. അശ്വിൻ, അവിടുത്തെ തിരുക്കർമ്മങ്ങൾ, ഒപ്പം ഈ പുൽക്കൂട്ടിൽ യേശുക്രിസ്തുവിൻ്റെ, ഉണ്ണിയേശുവിൻ്റെ രൂപം സ്ഥാപിക്കൽ, അങ്ങനെയുള്ള ചടങ്ങുകളിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ? ഗൂഗിൾ ഇപ്പോൾ പാതിരാ കുർബാനയുടെ പ്രാഥമിക ഘട്ടത്തിലെ ചടങ്ങുകളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഏകദേശം 12 മണിയോടുകൂടി തന്നെ ഉണ്ണിയേശുവിന്റെ തിരുരൂപം പുൽക്കൂട്ടിൽ വെച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കും. അതിനുശേഷമാണ് പ്രത്യേക ചടങ്ങുകൾ പള്ളികളിൽ ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ സിറോ മലബാർ സഭ ആസ്ഥാനത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ വളരെ ഭക്ത്യാദരപൂർവ്വം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ഫാദർ സെബാസ്റ്റ്യൻ വാണിയപ്പുരക്കലാണ് ഇവിടുത്തെ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വിശ്വാസപൂർവ്വം തന്നെ നിരവധി ഭക്തർ ഇപ്പോൾ വിശ്വാസികൾ ഇപ്പോൾ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചങ്ങനാശ്ശേരിയിലുള്ള മറ്റൊരു പള്ളിയിലാണ് ഫാദർ ജോർജ് ആലഞ്ചേരി ഈ തിരുപ്പിറവി കർമ്മങ്ങൾ നടത്തുക. എന്തായാലും അങ്ങനെയുള്ള പ്രധാന പള്ളികളിലെല്ലാം തന്നെ വലിയ വിശ്വാസപൂർവ്വം തന്നെ ചടങ്ങുകൾ തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഉണ്ണിയേശുവിന്റെ തിരുരൂപം അല്പസമയത്തിനുള്ളിൽ തന്നെ പുൽക്കൂട്ടിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങുകൾ ആരംഭിക്കും. അതിന്
മുന്നോടിയായുള്ള കാര്യങ്ങൾ ഇപ്പോൾ സിറോ മലബാർ സഭ ആസ്ഥാനത്ത് തുടരുകയാണ്. വൈദികർ ഇപ്പോൾ അൾത്താരയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും ആ ചടങ്ങുകളിലേക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ തിരുപ്പിറവി ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്കാണ് ഇപ്പോൾ ഈ പള്ളിയുടെ ആസ്ഥാനം കടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ചിറ്റൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ ഏതാനും നിമിഷങ്ങൾ മുമ്പ് ഒരു ചെറിയ പ്രതിഷേധമുണ്ടായിരുന്നു. അത് നേരത്തെ കഴിഞ്ഞ ഡിസംബർ 24-ന്, അതായത് ക്രിസ്മസ് തലേന്ന് വലിയൊരു പ്രതിഷേധങ്ങളിലേക്ക് എറണാകുളം പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അത് സെന്റ് മേരീസ് ബസിലിക്ക, ഏറ്റവും പ്രധാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്കയിലായിരുന്നു. അത് ഈ കുർബാന അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളായിരുന്നു. അത് ഇത്തവണ അത്ര വലിയ തോതിൽ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമാധാനപൂർവ്വം തന്നെ വിശ്വാസികൾക്ക് ഈ തിരുപ്പിറവി ദിനം ആഘോഷമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. ഇത്തവണ പ്രതിഷേധങ്ങൾ ഒഴിവാക്കി പ്രത്യാദരപൂർവ്വമുള്ള ഒരു രീതിയിലേക്ക് ഈ ക്രിസ്മസ് ദിനം കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിറ്റൂരെ പ്രതിഷേധം ഒഴിച്ചു നിർത്തിയാൽ എന്തായാലും ഇപ്പോൾ ജനാഭിമുഖ കുർബാന പൂർത്തിയായി വൈദികർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ ആ ക്രിസ്മസിന്റെ ഈ തിരുപ്പിറവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്കാണ് ഈ പ്രദേശം, ഈ വിശ്വാസികൾ കടക്കുന്നത്. ഇനിയിപ്പോൾ ആ ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കാണുന്നത്. അത് എല്ലാ പള്ളികളിലും ഈ നിലവിൽ സിറോ മലബാർ സഭയ്ക്ക് കീഴിൽ 328 പള്ളികളാണുള്ളത്. ആ 328-ൽ 290 പള്ളികളിലും ദേവാലയങ്ങളിലും ജനാഭിമുഖ കുർബാനയാണ് നടത്തുന്നത്. മറ്റു ദേവാലയങ്ങളിലാണ് സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാന നടക്കുന്നത്. അവിടങ്ങളിലൊന്നും വലിയ പ്രതിഷേധങ്ങളില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. എന്തായാലും നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കേരളത്തിലെ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങൾ നീങ്ങുന്നതിന്റെ കാഴ്ചകളാണ് കാണുന്നത്. അതായത് കുർബാന, പാതിരാ കുർബാനയോട് അനുബന്ധിച്ചുള്ള ചടങ്ങുകൾ പൂർത്തീകരിച്ച് വൈദികർ ഒന്നടങ്കം പുറത്തേക്ക് എത്തുന്നു. അവർക്കൊപ്പം വിശ്വാസികളുമുണ്ട്. ഇനി ഈ പുറത്താണ് ഈ ചടങ്ങ്, ഈ വിശ്വാസപൂർവ്വമുള്ള നിരവധി ഐതിഹ്യങ്ങളുള്ള ചടങ്ങ് നടക്കുക. അവിടെ ഉണ്ണിയേശുവിന്റെ തിരുരൂപം അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തിക്കും. അങ്ങനെ അതാണ് ക്രിസ്മസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്ക് ഈ ദേവാലയങ്ങൾ കടക്കുന്നു എന്നുള്ളതിന്റെ ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേക ചടങ്ങുകളോടുകൂടിയാണ് ഈ തിരുപ്പിറവി ദിനം എല്ലാ വർഷത്തേതും പോലെ വിശ്വാസികൾ ആഘോഷിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. പ്രത്യേക പ്രാർത്ഥനകൾ, സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ചടങ്ങുകളും പ്രാർത്ഥനകളുമാണ് സെന്റ് തോമസ് മൗണ്ട് കാർമലിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിന്റെ തത്സമയം ആ പ്രാർത്ഥനകളുമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യന് ശാന്തിയും സമാധാനവും പുലരുന്ന ലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ആഘോഷങ്ങളൊക്കെയും. ആ ആഘോഷം നൽകുന്ന പാഠങ്ങൾ, ഈ വചന പ്രഘോഷണങ്ങളിലൊക്കെയും സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പാഠങ്ങളാണ് വിശ്വാസികളിലേക്ക് പകരുന്നത്. വിശ്വാസികളിൽ നിന്ന് വിശ്വാസികളിലേക്കും ലോക ജനതയ്ക്ക് മുന്നിലേക്കും വെക്കുന്ന വചനവും പാഠവും അത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ശാന്തിയുടേതുമാണ്. വിവിധ ദേവാലയങ്ങളിൽ തിരുപ്പിറവി കർമ്മങ്ങൾ പുരോഗമിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ പ്രതീകാത്മകമായ പുനരാവിഷ്കാരം ഈ ചടങ്ങുകളുടെ ഭാഗമായി നടക്കും. ഉണ്ണിയേശുവിൻ്റെ രൂപത്തിന് മുന്നിൽ പ്രാർത്ഥനകൾ, അതിനുശേഷം പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിൻ്റെ രൂപം സ്ഥാപിക്കും. അങ്ങനെ വിപുലമായ ചടങ്ങുകൾ ഈ പാതിരാ കുർബാനയിൽ നിരവധി ഘട്ടങ്ങളിലായി മുതിർന്ന പുരോഹിത നേതൃത്വം നൽകുന്ന പ്രാർത്ഥനാ ചടങ്ങുകൾ. ഇപ്പോൾ വിവിധ ദേവാലയങ്ങളിലെ ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരത്തെ പാളയം സെയിൻറ്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് സലീം മാലിക് കൂടി ചേരുന്നുണ്ട്. സലീം, പാളയം പള്ളി എല്ലാ കാലത്തും എല്ലാ തവണയും അവിടുത്തെ ആഘോഷങ്ങൾക്ക്
വലിയ ആ, വിശ്വാസികളുടെ പങ്കാളിത്തം ഉണ്ടാവാറുണ്ട്. ഇത്തവണയും അങ്ങനെ തന്നെയല്ലേ? ആരാണ് ഇത്തവണ പാളയം സെയിൻറ് ജോസഫ് കത്തീഡ്രലിൽ ഈ തിരുപ്പിറവി കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്? ഗോകുൽ, സാധാരണഗതിയിലുള്ള പതിവിനൊട്ടും മാറ്റമില്ല. ഇത്തവണയും പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നടക്കുന്ന പാതിരാ കുർബാനയ്ക്ക്, തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട പാതിരാ കുർബാനയ്ക്ക് ആയിരങ്ങളാണ് പിറന്ന ദൈവപുത്രൻ്റെ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ആഘോഷമാണ്. അത് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ മാത്രമല്ല, എല്ലാ മനുഷ്യരും ആ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ നിറവിലാണ്. പ്രാർത്ഥനാ നിർഭരമായി ക്രൈസ്തവ വിശ്വാസികൾ ഈ രാവിനെ കൊണ്ടാടുകയാണ്. അവർ പ്രാർത്ഥനകളിലൂടെ, വചനപ്രഘോഷണങ്ങളിലൂടെയൊക്കെ പുരോഹിതർ തങ്ങളുടെ സമൂഹത്തെ, ജനതയെ ഉദ്ബോധിപ്പിക്കുകയാണ്. സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ പാഠങ്ങൾ. കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിലെ തിരുക്കർമ്മങ്ങൾ പുരോഗമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. തിരുപ്പിറവി ആഘോഷങ്ങളുടെ നിറവിലാണ് ക്രൈസ്തവ സമൂഹം. ദിവസങ്ങൾ നീണ്ട വ്രതകാലത്തിനൊടുവിൽ ഉണ്ണിയേശുവിൻ്റെ പിറവിയിൽ ആഘോഷത്തോടെ, ആനന്ദത്തോടെ അവർ യേശു ക്രിസ്തുവിൻ്റെ പാഠങ്ങളെ, വീണ്ടും യേശു പഠിപ്പിച്ച ജീവിതചര്യയെ, ജീവിത വഴിയെ ഒരിക്കൽ കൂടി ഓർത്തെടുക്കുകയാണ്. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ആ പാഠങ്ങൾ ലോകത്തിനെക്കാലവും, ഏത് കാലത്തും ഏതിടത്തും ഒരുപോലെ പ്രാവർത്തികമാകുന്ന, എല്ലായിടങ്ങളിലും പ്രയോഗത്തിൽ വരേണ്ട സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പാഠമാണ്. യേശു കാലാനുവർത്തിയായി എല്ലാ കാലത്തും, എല്ലാ നാടുകളിലും, ദേശദേശാന്തരങ്ങളിൽ വ്യത്യാസമില്ലാതെ യേശുവിൻ്റെ വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രവും പഴക്കവുമുണ്ട്. ഒരുപക്ഷെ ലിഖിതമായ ചരിത്രത്തിനപ്പുറത്തേക്ക് കൂടി നീളുന്ന അതിൻ്റെ തെളിവുകളോ രേഖകളുമൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ വിശുദ്ധ തിരുപ്പിറവി ദിനം, ആ തിരുപ്പിറവിയുടെ കർമ്മങ്ങളാണ് വിവിധ ദേവാലയങ്ങളിൽ പുരോഗമിക്കുന്നത്. കോഴിക്കോട് താമരശ്ശേരി മേരി മാതാ കത്തീഡ്രലിൽ നിന്ന് ഷഹദ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട്. ഷഹദ്, കോഴിക്കോട്ടെ താമരശ്ശേരിയിലെ ചടങ്ങുകൾ, കർമ്മങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഗൂഗിൾ താമരശ്ശേരി ദേവിമാതാ ക്ഷമിക്കണം മേരി മാതാ കത്തീഡ്രലിൽ വലിയ രീതിയിൽ വിശ്വാസികൾ ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ സാധിക്കുക. ഇവിടെ 12 മണിയോട് കൂടിയിട്ടാണ് ചടങ്ങുകളൊക്കെ തന്നെ തിരുപ്പിറവി കർമ്മങ്ങളാണ് വിവിധ ദേവാലയങ്ങളിൽ പുരോഗമിക്കുന്നത്. വലിയ വിശ്വാസ സമൂഹത്തെ കാണാം, സന്യാസ സമൂഹം, വിശ്വാസികൾ, അൽമായ കൂട്ടായ്മ, അങ്ങനെ വലിയ വിപുലമായ ചടങ്ങുകളാണ് ഓരോ ദേവാലയങ്ങളിലും നടക്കുന്നത്. അവിടെയെല്ലാം ആ ഓരോ ക്രിസ്തീയ വിഭാഗങ്ങളിലെയും സഭകളിലെയും മുതിർന്ന പുരോഹിതരാണ് ഈ തിരുകർമ്മങ്ങൾക്ക്, തിരുപ്പിറവിയുടെ ആഘോഷത്തിന്, ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. മെഴുകുതിരിയേന്തിയ അൾത്താര ബാലന്മാരുടെ ദൃശ്യങ്ങൾ, അങ്ങനെ മുതിർന്ന പിതാക്കന്മാരെയും പുരോഹിതന്മാരെയും ഈ ചടങ്ങുകളിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി വരി നിൽക്കുന്ന അൾത്താര ബാലന്മാരുടെ ദൃശ്യങ്ങൾ, അങ്ങനെ പലയിടങ്ങളിൽ, പല സഭകളിൽ വ്യത്യസ്ത സമയങ്ങളിൽ, പല സ്ഥലങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളാണ് ഈ പ്രാർത്ഥന നടക്കുന്നത്.
ചിലയിടങ്ങളിൽ ഈ തിരുക്കർമ്മങ്ങൾ പാതിരാ കുർബാനയുടെ ചടങ്ങുകൾ ആരംഭിച്ചു. ചിലയിടങ്ങളിൽ 12 മണിക്ക് ശേഷം 12 മണിയോട് അടുപ്പിച്ചാണ് ആ ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കുക. ഏതായാലും പ്രധാനപ്പെട്ട പള്ളികളിലെല്ലാം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പള്ളികളിലും കാക്കനാട് സെയിൻറ്റ് തോമസ് മൗണ്ട് കത്തീഡ്രൽ, കൊച്ചി സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ, ലോർദ് കത്തീഡ്രൽ, തൃശ്ശൂർ അങ്ങനെ താമരശ്ശേരി മേരി മാതാ കത്തീഡ്രൽ, കോഴിക്കോട് ദേവമാതാ കത്തീഡ്രൽ, അങ്ങനെ വിവിധ ദേവാലയങ്ങളിൽ ഈ തിരുപ്പിറവിയുടെ കർമ്മങ്ങൾ പുരോഗമിക്കുകയാണ്. മിഥില കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. മിഥില, കോഴിക്കോട്ടെ ചടങ്ങുകൾക്ക് ഈ തിരുപ്പിറവിയുടെ കർമ്മങ്ങൾക്ക് ആരാണ് കാർമ്മികത്വം വഹിക്കുന്നത്? വിശ്വാസി സമൂഹത്തിൻ്റെ ഒരു വലിയ പങ്കാളിത്തം ഈ വിശുദ്ധ ദിനത്തിലെ ഈ ഇത്രയേറെ പ്രാധാന്യമുള്ള ഈ ദിനത്തിൽ ഈ രാവിൽ അവരും ഈ പുണ്യം തേടി ഈ വ്രതശുദ്ധിയോടെ ഉള്ള ഒരു തിരുപ്പിറവി ദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമാകുന്നില്ലേ ആയിരങ്ങൾ? തീർച്ചയായും ഗോകുൽ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് പള്ളികളിലെത്തി ഈ ഒരു തിരുപ്പിറവിയിൽ അവർ പങ്കുചേരും. ഞാനിപ്പോൾ ഉള്ളത് ദേവമാതാ കത്തീഡ്രലിലാണ്. ഇവിടെ കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഫാദർ വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ നേതൃത്വത്തിലാണ് തിരുപ്പിറവി കർമ്മങ്ങൾ നടക്കുക. അല്പസമയത്തിനകം തന്നെ ഈ കർമ്മങ്ങൾക്ക് ആരംഭിക്കും. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ തിരുകർമ്മത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തിരുപ്പിറവിയുടെ ചടങ്ങുകൾക്കായുള്ള കർമ്മങ്ങളെല്ലാം തന്നെ അല്പസമയത്തിനകം ആരംഭിക്കും. നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വിശ്വാസികളെല്ലാം തന്നെ പള്ളിയിലെത്തിയിട്ടുണ്ട്. 10 മണിയോടെ തന്നെ കരോൾ ആരംഭിച്ചിട്ടുണ്ട്. ആ കരോൾ കേൾക്കാനും അതിൽ പങ്കെടുക്കാനുമെല്ലാമായി നൂറുകണക്കിന് വിശ്വാസികളാണ് ഈ ഒരു ദേവാലയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വിശ്വാസികൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ഒരു തിരുപ്പിറവിയുടെ ചടങ്ങുകൾ ആരംഭിക്കും. വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ അൾത്താരയിലുള്ള ഉണ്ണിയേശുവിൻ്റെ രൂപം പിന്നീട് അത് പുൽക്കൂട്ടിൽ എത്തിക്കും. അതിനുശേഷമായിരിക്കും 12 മണിയോടെയായിരിക്കും ഈ ഒരു ക്രിസ്മസ് ദിന സന്ദേശം ബിഷപ്പ് നൽകുക. അതിനുശേഷം പ്രത്യേക പ്രാർത്ഥനയും നടക്കും. സമാനമായ രീതിയിലാണ് കോഴിക്കോട് രൂപതയുടെ കീഴിലുള്ള എല്ലാ പള്ളികളിലും ഈ തിരുകർമ്മം അല്ലെങ്കിൽ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ടുള്ള ഇത്തരം ഈ ഒരു ചടങ്ങുകൾ എല്ലാം, പ്രാർത്ഥനാ ചടങ്ങുകൾ എല്ലാം നടക്കുക. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ ഒരു ചടങ്ങ് ആരംഭിക്കും. അതിനായി ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവ് ഇങ്ങോട്ട് പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് നേരത്തെ കരോൾ ഗാനം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. നൂറുകണക്കിന് വിശ്വാസികൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ആഘോഷമാണ്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷം കൂടിയാണ് ഈ ഒരു ക്രിസ്മസ് എന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെല്ലാം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും കാണാനും ഓർമ്മ പുതുക്കാനും സന്തോഷം പങ്കുവെക്കാനുമുള്ള ഒരു പ്രാർത്ഥനയ്ക്കൊപ്പം തന്നെ അതിനു കൂടിയുള്ള ഒരു വേദിയാവുകയാണ് ഈ പള്ളികളെല്ലാം തന്നെ. സമാനമായ രീതിയിൽ എല്ലാം കോഴിക്കോട് രൂപതയ്ക്ക് കീഴിലുള്ള ഒരു പള്ളിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ ദേവമാതാ കത്തീഡ്രലിലാണ്. ഇവിടേക്ക് വിശ്വാസികൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 മണിയോടെ തന്നെ കരോൾ പരിപാടികളെല്ലാം തന്നെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം 11:45 ഇത്തരത്തിൽ തിരുപ്പിറവിയുടെ കർമ്മങ്ങൾ ആരംഭിക്കുക എന്ന് അറിയിച്ചത്. അല്പസമയത്തിനകം തന്നെ ആ കർമ്മങ്ങൾ ആരംഭിക്കും. ഈ ഒരു കർമ്മം എന്നത് ആദ്യം ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ പള്ളിക്കുള്ളിലേക്ക് ബിഷപ്പും ഒപ്പം തന്നെ മറ്റ് ഈ ഒരു ആളുകളും പള്ളിയിലെ ഒപ്പം തന്നെ കൊച്ചു കുട്ടികളുമെല്ലാം തന്നെ ഇങ്ങോട്ട് എത്തുന്നു. അതിനുശേഷം കുറച്ച് സമയം ഒരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും അൾത്താരയിലുള്ള ഉണ്ണിയേശുവിൻ്റെ ഒരു കുഞ്ഞു രൂപം എടുത്ത് പുറത്ത് പ്രത്യേകം ഒരുക്കിയിട്ടുള്ള പുൽക്കൂടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ യേശു ജനിച്ചത് പുൽക്കൂട്ടിലാണ് എന്നതാണ്. ആ ഒരു ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് പുൽക്കൂട്ടിൽ എല്ലാ രൂപങ്ങളെയും വെച്ചുകൊണ്ട് എല്ലാ രൂപങ്ങളുടെയും ഒരു ചെറിയ ചെറിയ പതിപ്പുകൾ വെച്ചുകൊണ്ടുള്ള ഒരു പുൽക്കൂട് ഒരുക്കിയിട്ടുള്ളത്. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓരോ ക്രിസ്മസ് കാലത്തിലും വലിയ വലിയ രീതിയിലുള്ള പുൽക്കൂടുകളാണ് ഒരുക്കാറുള്ളത്. ഇത്തവണയും സമാനമായ രീതിയിൽ വലിയ പുൽക്കൂടാണ് ഒരുക്കിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ അൾത്താരയുള്ള ഉണ്ണിയേശുവിൻ്റെ രൂപം ആ പുൽക്കൂടിൽ കൊണ്ടുവെക്കും. അതിനുശേഷമായിരിക്കും പ്രത്യേക പ്രാർത്ഥന നടക്കുക. മാത്രമല്ല ബിഷപ്പ് എന്താണ് വിശ്വാസികളോട് പറയുക എന്നതും എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ഈ ക്രിസ്മസ് ദിന സന്ദേശം ബിഷപ്പ് ഈ ഒരു ചടങ്ങിന് ശേഷം വിശ്വാസികൾക്ക് പകർന്നു നൽകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും വിശ്വാസികൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന നിർഭരമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ചടങ്ങുകൾ തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോകുൽ, കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്നുള്ള ഇവിടുത്തെ ചടങ്ങുകളുടെ വിശദാംശങ്ങളും ആരാണ് കാർമ്മികത്വം വഹിക്കുന്നതെന്നുമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മിഥില ബാലൻ പങ്കുവച്ചത്. വിവിധ ദേവാലയങ്ങളിൽ മുതിർന്ന പുരോഹിതരുടെ നേതൃത്വത്തിൽ കാർമ്മികത്വത്തിൽ തിരുപ്പിറവിയുടെ കർമ്മങ്ങൾ പുരോഗമിക്കുകയാണ്. തൃശ്ശൂരിലെ ലൂർദ് കത്തീഡ്രലിൽ നിന്ന് സൂരജ് സൈ ചേരുന്നുണ്ട്. തിരുപ്പിറവിയുടെ
ആഘോഷത്തിൻ്റെ പ്രാർത്ഥനകളുടെയൊക്കെ വിശദാംശങ്ങളും വിശേഷങ്ങളുമായി സുരജ്, അവിടുത്തെ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞോ? പ്രധാനപ്പെട്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ് ഇനി നടക്കാനുള്ളത്? ഗോകുൽ, തൃശൂർ ലൂർദ് പള്ളിയിൽ 11:45 കൂടി തന്നെ ഈ തിരുപ്പിറവി കർമ്മങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ അതിരൂപതയുടെ ബിഷപ്പായിട്ടുള്ള ആൻഡ്രൂസ് നേതൃത്വത്തിലാണ് ഈ തിരുപ്പിറവി ചടങ്ങുകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 100 കണക്കിന് ആളുകളാണ് ഈ തൃശൂർ ലൂർദ് കത്തീഡ്രലിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആണ്. എന്തായാലും ഈ ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷത്തിലൂടെ തന്നെയാണ് ഈ തിരുപ്പിറവി ചടങ്ങുകളെല്ലാം തന്നെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലെ വിവിധ ദേവാലയങ്ങളിലും നമുക്ക് കാണാനാകുന്ന സമാനമായ കാഴ്ചയാണ്. കാരണം വലിയൊരു ജനപ്രവാഹം എല്ലാ ദേവാലയങ്ങളിലേക്കും എത്തുന്നു. ഈ തിരുപ്പിറവി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നു. ഈ രാത്രി വൈകിയ വേളയിലും കുട്ടികളും കുടുംബസമേതം അടക്കം എത്തുന്ന കാഴ്ചകളാണ് നമുക്കിപ്പോൾ ഈ തൃശൂർ കത്തീഡ്രലിലും അതുപോലെ തന്നെ മറ്റ് ദേവാലയങ്ങളിലും എല്ലാം കാണാൻ കഴിയുന്നത്. ഈ നേരത്തെ ആൻമരിയെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ അല്പസമയത്തിനകം ഈ ഉണ്ണിയേശുവിന്റെ രൂപം അത് പുറത്ത് ക്രമീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പുറത്ത് തയ്യാറാക്കിയിട്ടുള്ള പുൽക്കൂട്ടിലേക്ക് കൊണ്ടുവച്ചെന്ന് വയ്ക്കും. അതിനുള്ള ചടങ്ങുകൾ 12 മണിയോടുകൂടി അത്തരത്തിൽ ഈ പുൽക്കൂട്ടിലേക്ക് ഈ ഉണ്ണിയേശുവിന്റെ രൂപം കൊണ്ടുപോയി വയ്ക്കും എന്നുള്ളതാണ്. ചെറിയൊരു ഇടവേളയിലേക്കാണ്. നമുക്ക് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക്, വിശ്വാസികളിലേക്ക് തത്സമയം എത്തിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നമ്മുടെ പ്രതിനിധികൾ തുടരുന്നുണ്ട്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.